ഹാഡിയേഴ്സ്. ഇന്ന് നാം പറയാൻ പോകുന്നത് ഗ്രാഫിക്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ്. വീഡിയോ ഡിസ്പ്ലേ ഡിവൈസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. എന്താണ് വീഡിയോ ഡിസ്പ്ലേ അല്ലെങ്കിൽ വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ്, VDU എന്ന് പറയുന്നത്? VDU എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. വീഡിയോ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് മോണിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ മോണിറ്ററിൽ ഡിസ്പ്ലേ വരുന്നത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പലതരത്തിൽ നമ്മൾ പറയാറുണ്ട്. കോമൺ ആയിട്ട് പറയുന്നതാണ് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയും റാൻഡം സ്കാൻ ഡിസ്പ്ലേയും. അതിൽ തന്നെ കാഥോഡ് റേ ട്യൂബിൻ്റെ ഡിസ്പ്ലേ, അതായത് CRT ഡിസ്പ്ലേ, അത് സെപ്പറേറ്റ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണമാണ് പറയുന്നത്, റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയും റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയും. ഈ വീഡിയോയിൽ പറയുന്നത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് മോണിറ്ററിനെ തന്നെയാണ് VDU എന്ന് പറയുന്നത്. വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ് പറയുമ്പോൾ ഇപ്പോൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ, റാൻഡം സ്കാൻ ഡിസ്പ്ലേ, CRT ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ, അങ്ങനെ ഒരുപാട് ഡിസ്പ്ലേകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ആണ്. വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ്. ഡിസ്പ്ലേ ഡിവൈസസ് ആർ ഡിസൈൻ ടു മോഡൽ, ഡിസ്പ്ലേ, വ്യൂ ഓർ ഡിസ്പ്ലേ ഇൻഫർമേഷൻ. അതായത് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസിൽ മെയിനായിട്ട് അസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ മോഡൽ, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണ്, അതിൻ്റെ വ്യൂ എങ്ങനെയാണ്, അതിൻ്റെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ എങ്ങനെയാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ദ പർപ്പസ് ഓഫ് ഡിസ്പ്ലേ ടെക്നോളജി ഈസ് ടു സിംപ്ലിഫൈ ഇൻഫർമേഷൻ ഷെയറിങ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ ഷെയറിങ് ആണ്. ദ ഡിസ്പ്ലേ ഡിവൈസ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഇമേജസ്. Display system are mostly called a video monitor or video display unit. ആദ്യത്തെ പറയുന്നത് റാൻഡം സ്കാൻ ഡിസ്പ്ലേ. റാൻഡം സ്കാൻ സിസ്റ്റം യൂസസ് ആൻ ഇലക്ട്രോൺ ബീം വിച്ച് ഓപ്പറേറ്റ്സ് ലൈക്ക് എ പെൻസിൽ ടു ക്രിയേറ്റ് എ ലൈൻ ഇമേജ് ഓൺ ദ CRT സ്ക്രീൻ. CRT സ്ക്രീൻ എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബിൻ്റെ സ്ക്രീൻ. അതായത് മുൻ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാൻ പറ്റും, TV ആയാലും പിന്നെ കമ്പ്യൂട്ടർ ആയാലും ബാക്കിൽ ഇങ്ങനെ ഒരു ബൾക്കായിട്ടുള്ളൊരു രൂപമായിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് ഫ്ലാറ്റാണ് വരുന്നത്. അതേസമയം മറ്റത് ബാക്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രൂപം. ആ പൊന്തി നിൽക്കുന്ന രൂപത്തിന് കാരണം CRT ആണ്, കാഥോഡ് റേ ട്യൂബാണ്. ഒരു കോണിക്കൽ ഫ്ലാസ്കിൻ്റെ സ്ട്രക്ചറുള്ള ഒരു CRT. അതായത് ബാക്കിൽ ആ ഒരു കോണിക്കൽ ഫ്ലാസ്കിൻ്റെ സ്ട്രക്ചറിലുള്ള കാഥോഡ് റേ ട്യൂബ് ഉള്ളത് കൊണ്ടാണ് ആ ബാക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. ആ CRT ട്യൂബിന് പകരം വേറെ മാറ്റങ്ങൾ വന്നതോടുകൂടി ഫ്ലാറ്റ് പാനലിലൊന്നും CRT യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫിഗർ പോകാൻ കാരണം. അല്ലെങ്കിൽ ഇപ്പോഴും അതെന്താണ്, ബാക്ക് ബൾക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നാൽ ഒരു പെൻസിലിൽ ചിത്രം വരയ്ക്കുന്ന ആ ഒരു രൂപമാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ പറയുന്നത്. ഇലക്ട്രോൺ ബീം ഇങ്ങനെ പതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു മോണിറ്ററിൽ തെളിയുന്ന രൂപമാണ് പറയുന്നത്. ബാക്കിൽ നിന്ന് ഇലക്ട്രോൺ ബീം വരുമ്പോൾ ആ ലൈൻ ഇങ്ങനെ ക്ലിയറായി വരും. ഇപ്പോൾ ഒരു ലൈൻ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വിചാരിക്കുക. സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഒറ്റയടിക്ക് അങ്ങോട്ട് വരികയല്ല ചെയ്യുക. എന്താണ്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുക. പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ കഴിവ് കൊണ്ടത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ ലൈൻ ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റാണ് ആ ഒരു വരുന്നത് കാണുന്നത്. പക്ഷെ നമുക്കത് ഫീലിംഗ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയെന്ന് തോന്നാത്ത രൂപത്തിലാണ് അതിപ്പോൾ ഇമേജുകളെല്ലാം തന്നെ അങ്ങനെ വെറുതെ ഒരു ത്രികോണം ഒരു ചതുരം വരയ്ക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇമേജുകളൊക്കെ തന്നെ അങ്ങനെയാണ്. ഓൾറെഡി ഉള്ള ഇമേജിലോട്ട് ഇലക്ട്രോൺ ബീം സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ബീമിൽ ഇലക്ട്രോൺ ഗണ്ണിൽ 3 പ്രൈമറി കളേഴ്സ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ കളറുകൾ മിക്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഓരോ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് ആയാലും വേറെ എന്ത് ഇമേജസ് ആയാലും അതൊക്കെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ പറയുന്നത് എന്താണ്, പെൻസിൽ ലൈക്ക് സ്ട്രക്ചറാണ്. ഒരു പെൻസിൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു രൂപമാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ പറയുന്നത്. ദ പിക്ചർ ഈസ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് എ സീക്വൻസ് ഓഫ് സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻറ്റ്.
ഒരുപാട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റുകൾ കൂടി ചേർന്നിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ രീതിയിലാണ്. അപ്പോൾ റാൻഡം സ്കാൻ ഡിസ്പ്ലേ പറയുന്നതാണ് ഒരുപാട് ലൈനുകൾ കൂടി ചേർന്നുകൊണ്ടാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ സ്ട്രെയിറ്റ് ലൈനാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ പ്രത്യേകം മുന്നേയൊക്കെ ഇപ്പോൾ ആ സംഭവമില്ല. ഇപ്പോൾ ഈ ലൈൻ കട്ടായി പോകലുണ്ട്. ഇപ്പോൾ നമ്മൾ കേബിളാണെങ്കിലും ഡിറ്റച്ച് ആണെങ്കിലും കാണുമ്പോൾ കട്ടായി പോകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ ലൈനുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഇമേജ് ഒന്നും ഇല്ലാതെ വെറുതെ വെള്ള സ്ക്രീനായിട്ട് ഇങ്ങനെ കുറേ ലൈനുകളാണ് കാണാൻ കഴിയുക. പക്ഷെ ഇപ്പം അങ്ങനെ അത്ര ഉണ്ടാവാറില്ല. കാരണം ഡിസ്പ്ലേ അത്രയും റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതാണ് കാരണം. എന്താണ്, ആ ഇലക്ട്രോൺ ബീമിൻ്റെ സപ്ലൈ അങ്ങോട്ട് വരാതെ നിൽക്കുമ്പോൾ കട്ടായി പോകുന്നതാണ്. അതാണ് ആ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഇമേജ് വരിക. സെഗ്മെൻറ്റ്സുകളെല്ലാം സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരിക. അതുകൊണ്ടാണ് ആ രൂപം കാണാൻ കാരണം. Each line segment is drawn on the screen by directing the beam to move from one point to the screen to the next, where its x and y coordinates define each point after drawing the picture. അപ്പോൾ ഒരു പിക്ചറുണ്ട്. ഈ സംഭവം ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിക്ചറിൻ്റെ എന്താണ് 2 കോർഡിനേറ്റ് ആക്കി വരയ്ക്കും. അതിൻ്റെ എക്സ് വൈ 2 കോർഡിനേറ്റുകളാക്കി വരച്ചതിന് ശേഷം ഒരു ഇമേജാണ്. അതിനെന്ത് ചെയ്യും, എക്സ് വൈ കോർഡിനേറ്റാക്കി വരയ്ക്കും. എന്നിട്ട് ഈ എക്സ് വൈ കോർഡിനേറ്റിൽ ഓരോന്നിനും ചിലപ്പോൾ തന്നെ ഒരു മുഖമായിരിക്കാം. ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞൊരു മുഖമായിരിക്കും. ആ മുഖത്തിൽ തന്നെ എക്സ് വൈ കോർഡിനേറ്റാക്കി വരച്ചിട്ട് അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ കളറാണ് വേണ്ടതെന്നും എങ്ങനെയൊക്കെ ഷേപ്പ് എന്നുള്ളതും എല്ലാം എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യം ഫിഗറിനെ എക്സ് വൈ കോർഡിനേറ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യും, ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു എക്സ് വൈ കോർഡിനേറ്റ് വരയ്ക്കും. അതിന് ശേഷമാണ് ഫിഗർ വരിക. മുൻകാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഡ്രോയിങ്സ് പഠിക്കാൻ തീരെ ഡ്രോയിങ്സ് അറിയാത്തവർ പോലും ഡ്രോയിങ് ബുക്കിൽ ചിത്രം വരയ്ക്കും. കാരണം എന്താ, അതിൽ കുറേ കള്ളികളാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ചിത്രം ഉണ്ടാവും. ചിത്രത്തിൽ എന്താ നമ്മൾ കള്ളികൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ കള്ളിയിലും കുറച്ച് ഭാഗമാണുള്ളതെന്ന്. അപ്പോൾ അതേപോലെ അപ്പുറത്തും ഇതുപോലെ കള്ളി വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ കള്ളിയിലുള്ളത് കുറേശ്ശെ അടയാളപ്പെടുത്തിയാൽ തന്നെ ചിത്രം നല്ല ചിത്രമാവും. അപ്പോൾ ഏത് കഴിവുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ ഡ്രോയിങ് കുറേയൊക്കെ നന്നാക്കാൻ കഴിയും. അത് ഈസി, ഡയമെൻഷൻ പെട്ടെന്ന് മനസ്സിലാവും. കാരണം കുറേ ചതുരങ്ങൾ കുറേ കള്ളികൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കള്ളിയിലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഹൈസ്കൂളിലൊക്കെ ഡ്രോയിങ് ബുക്സിലൊക്കെ അങ്ങനെയായിരുന്നു മുന്നേ കണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇത് പറയുന്നത് എന്താണ്, ആദ്യം എക്സ് വൈ കോർഡിനേറ്റ് വരയ്ക്കും, എന്നിട്ടാണ് ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെയാണ് എന്നുള്ള ശരിക്കും ഡയമെൻഷൻ മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടാണ് എന്താണ് ചെയ്യുന്നത്, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വരയ്ക്കുന്നതും അതിനാവശ്യമായ കളേഴ്സ് കൊടുക്കുന്നതും. കളേഴ്സ് കൊടുക്കാന്നാൽ അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി മീൻസ് പ്രൈമറി കളേഴ്സ് 3 ഉണ്ടെങ്കിൽ വേറെ എല്ലാ കളറും നമുക്ക് കൊടുക്കാൻ കഴിയും. ആ മുൻകാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാൻ കാരണം എന്താണ്, അത് എല്ലാ പ്രൈമറി കളേഴ്സും ഇല്ലാതെ വെറും വൈറ്റും ബ്ലാക്കും മാത്രം ആയതുകൊണ്ടാണ് പഴയകാല ചിത്രങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാൻ കാരണം. പക്ഷേ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഫുൾ എന്താണ് കളേഴ്സാണ്. കാരണം പ്രൈമറി കളേഴ്സ് ഉള്ളത് കൊണ്ട് ഏത് കളേഴ്സും നമുക്ക് വിസിബിളാണ്. The system cycles back to the first line and design all the lines of the image 30 to 60 times of each second. Random scan monitors, also known as vector display or stroke writing display or calligraphic display. അതായത് പറയുന്നത് സിസ്റ്റത്തിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്, അതായത് പ്രോസസ്സ് നടക്കുന്ന ആ ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കുമ്പോൾ ഓരോ 30 to 60 ടൈമിലും 30 മുതൽ 60 പ്രാവശ്യം വരെ ഓരോ സെക്കൻഡിലും ഇമേജിൽ ഈ ലൈനിങ് പ്രോസസ്സ് നടക്കും. അതായത് ഒരു ലൈന് ഈ നടക്കുന്ന പ്രോസസ്സ് വീണ്ടും ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ഇമേജിനെ കാണിക്കുന്ന പ്രോസസ്സ് വീണ്ടും നടക്കുമെന്ന് പറയാൻ കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ കണ്ണിന് ആ ഒരു വരയ്ക്കാന്നുള്ള ഫീലിംഗ് നമുക്ക് മനസ്സിലാവാതിരിക്കുള്ളൂ. ശരിക്കും എന്താണ്, ആ ഒരു ഇമേജിനെ ഓൾറെഡി ഉള്ള ഫോട്ടോഗ്രാഫി നമ്മളെടുത്തൊരു ഷൂട്ട് ചെയ്ത സംഭവത്തിനെയാണല്ലോ സ്ക്രീനിൽ കാണിക്കുന്നത്. ആ കാണിക്കുന്നതിന് ആ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവാതിരിക്കും. ജീവനുള്ളതുപോലെ നമുക്ക് തോന്നിക്കാൻ കാരണം അതാണ്. ടി വിയിലോട്ട് കാണിക്കുമ്പോൾ തോന്നുന്നത് കാരണം എന്താണ്, ആ ടൈമിൽ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഉള്ളിലുള്ളതിനെ കൊണ്ട് പുറത്തിലേക്ക് സ്ക്രീനിലോട്ട് കാണിക്കുകയാണ്. ഓൾറെഡി ഉള്ള റെക്കോർഡ് ചെയ്ത സാധനത്തിന് സ്ക്രീനിലോട്ട് കാണിക്കാം, സ്ക്രീനിലോട്ട് പതിയുന്നതാണ്. ആ ഒരു രൂപത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു മുഖമാണ് സ്ക്രീനിലുള്ളത്. ആ സ്ക്രീനിൽ ആ മുഖം അവിടെ നിന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താണ്, ഇലക്ട്രോൺ ബീം ആ
സ്ക്രീനിലോട്ട് അടിക്കുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഫേസ് കാണുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഡയമെൻഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം XY കോർഡിനേറ്റ് ആക്കി വരച്ചതിന് ശേഷം ഫിഗറിനെ കാണിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക, വോയിസ് അയച്ചിട്ട് അങ്ങനെ ചോദിക്കട്ടെ. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടു പറയുന്ന പോലെ ആയിരിക്കില്ല, അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുക. റാൻഡം സ്കാൻ ഡിസ്പ്ലേക്ക് വേറെയും പല പേരുകളുണ്ട്. കാലിഗ്രാഫിക് ഡിസ്പ്ലേ എന്ന് പറയും, സ്ട്രോക്ക് റൈറ്റിംഗ് ഡിസ്പ്ലേ എന്ന് പറയും, വെക്റ്റർ ഡിസ്പ്ലേ എന്ന് പറയും. വെക്റ്റർ ഡിസ്പ്ലേ എന്ന് പറയാൻ കാരണം ഡയമെൻഷൻ ഉള്ളതാണ്. XY കോർഡിനേറ്റ് ഡയമെൻഷൻ പറയുന്നത് കൊണ്ടാണ് അതിനെ വെക്റ്റർ ഡിസ്പ്ലേ, ഡയറക്ഷൻ ഉള്ളത് കൊണ്ടാണ് വെക്റ്റർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതിനൊരു ഒരു പിക്ചറാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ 4 എണ്ണമായിട്ടാണ് ഇത് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ. ഫസ്റ്റത്തെ സ്ക്രീൻ കാണിക്കാൻ നോക്കൂ. ജസ്റ്റ് ഇലക്ട്രോൺ ബീം ഇങ്ങനെ പാസ് ചെയ്യുന്ന കണ്ടില്ലേ, വരുന്നതേ ഉള്ളൂ. ഒരു ത്രികോണമാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്താ, ആദ്യം ജസ്റ്റ് ലൈറ്റ് അടിച്ചു, എന്നിട്ട് എന്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ ചിത്രം വരും. അപ്പോൾ ഓൾറെഡി ഫിഗർ ഉണ്ടായിരിക്കും, ആ ഫിഗറിൽ എന്താണ് ഇലക്ട്രോൺ ബീം പാസ് ചെയ്യുമ്പോൾ കാണുന്ന രൂപമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ത്രികോണമാണ് ആ സ്ക്രീനിലുള്ളതെന്നുണ്ടെങ്കിൽ കാണുന്നതാണ്. ഇങ്ങനെ പോയി പിന്നെ ലൈറ്റ് എന്താണ് പാസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റാൻഡം സ്കാൻ ഡിസ്പ്ലേ എങ്ങനെയാണ് ഒരു സ്ക്രീനിൽ പോസിബിൾ ആവണം എന്നുള്ളൊരു ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇലക്ട്രോൺ ബീം പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സ്ക്രീനിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത് മനസ്സിലാക്കാനാണ് ഫിഗർ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതണു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്നാണ് ചോദിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ്, സ്മൂത്തായിട്ട് ഈ ലൈൻ ഡ്രോയിങ് സാധ്യമാണ്. ഇപ്പോൾ നമ്മൾ ത്രികോണം വരച്ചത് അതുപോലെ എന്താണ് സ്മൂത്ത് ലൈൻ ഡ്രോയിങ് ആണ്. ഹൈ റെസൊല്യൂഷനാണ്. അതായത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ നല്ലൊരു കാരണമാണ്, നല്ല റെസൊല്യൂഷനാണ്. പിന്നെ CRT ഹാസ് ദി ഇലക്ട്രോൺ ബീം ഡയറക്റ്റഡ് ഓൺലി ടു ദ പാർട്ട് ഓഫ് ദി സ്ക്രീൻ വെയർ ആൻ ഇമേജ് ടു ബി ഡ്രോൺ. എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇമേജ് ഡ്രോൺ ചെയ്യാൻ കഴിയും. ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് നോക്കേണ്ടത്. അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. റാൻഡം സ്കാൻ മോണിറ്റേഴ്സ് കനോട്ട് ഡിസ്പ്ലേ റിയലിസ്റ്റിക് ഷെയ്ഡ് സ്കീം. അതായത് ഡിസഡ്വാൻറ്റേജ് ഒറ്റന്നേ ഉള്ളൂ, റിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് റിയൽ ആയിട്ടുള്ള ഷെയ്ഡുകൾ ഡിസ്പ്ലേ ചെയ്യാൻ റാൻഡം സ്കാൻ മോണിറ്റേഴ്സിന് കഴിയില്ല. അപ്പോൾ അത് തന്നെയാണ് അടുത്തൊരു ഡിസ്പ്ലേ ഉണ്ടാവാനുള്ള കാരണവും. നമുക്ക് എന്തെങ്കിലും മൈന്യൂട്ടായ ഡിസഡ്വാൻറ്റേജുകൾ വരുമ്പോഴാണ് നമ്മൾ പുതിയതായിട്ടുള്ളൊരു സിസ്റ്റം കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജുകൾ അല്ലെങ്കിൽ ലൈനുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഷെയ്ഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ റാൻഡം സ്കാൻ മോണിറ്റേഴ്സിന് കഴിയില്ല. അപ്പോൾ ഇത്രയാണ് എന്താണ് വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ്, റാൻഡം, റാസ്റ്റർ, അങ്ങനെ കുറേ എണ്ണമുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് റാൻഡമാണ്. റാൻഡം എന്താണെന്നും അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, താങ്ക് യു.